പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ഓവുലേഷൻ കിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ശരിയായിരിക്കുമോ? അത് ഇഞ്ചക്ഷൻ എടുത്തത് കാരണമുള്ള ആ ഒരു റിസൾട്ട് ആയിരിക്കുമോ കാണിക്കുന്നത്? അതല്ല ശരീരത്തിൽ സ്വാഭാവികമായി വരുന്ന LH സർജില്ലേ അതാണോ കാണിക്കുന്നത്? ഇതാണ് ചിലരുടെയൊക്കെ ചോദ്യം. ശരിയാ, ന്യായമായിട്ടുള്ളൊരു സംശയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നോക്കാം ഈ വീഡിയോയിൽ. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഓരോ മാസവും ആർത്തവ ചക്രത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ആ മാസം വളരുവാനുള്ള ഫോളിക്കിൾസ് രംഗത്തേക്ക് പ്രവേശിക്കും. 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം ആകുമ്പോഴേക്കും ഒരൊറ്റ ഫോളിക്കിൾ മാത്രം ഇവയിൽ തിരഞ്ഞെടുക്കപ്പെടും മുന്നോട്ട് വളരുവാൻ. ഇതിനെ ഡോമിനന്റ് ഫോളിക്കിൾ എന്ന് വിശേഷിപ്പിക്കും. ഈ ഡോമിനന്റ് ഫോളിക്കിൾ വളർന്ന് ഏകദേശം ഒരു 18 മില്ലിമീറ്റർ എല്ലാം ആകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഈസ്ട്രജൻ ആ ഫോളിക്കിളിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ സിഗ്നലുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് ചെന്ന് അവിടെ നിന്നും LH ഹോർമോൺ ഒരു കുത്തൊഴുക്ക് അല്ലെങ്കിൽ സർജ് പോലെ പുറത്തേക്ക് ഒഴുകുന്നു. ഈ LH സർജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 36 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ ഇങ്ങനെ സ്വാഭാവികമായി തനിയെ തന്നെ നടക്കുന്നില്ല എന്നൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ LH സർജ് ഉണ്ടല്ലോ, ഈ LH സർജ് പുറമേ നിന്നും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും. ഈ ഇഞ്ചക്ഷൻ്റെ ഘടനയും LH ഹോർമോണിൻ്റെ ഘടനയും നല്ല സമാനതയുണ്ട്. അതിനാൽ തന്നെയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു 36 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത്. ഈ LH സർജ് വളരെ വളരെ അത്യാവശ്യമാണ് ഓവുലേഷൻ നടക്കുവാൻ. അതല്ലാതെ ഓവുലേഷൻ നടക്കാൻ ഒരു വഴിയുമില്ല. നമ്മൾ ഓവുലേഷൻ കിറ്റെല്ലാം ഉപയോഗിക്കുമ്പോൾ ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നല്ല നമുക്ക് കണക്കാക്കുവാൻ പറ്റുന്നത്, ഈ LH സർജ് സംഭവിക്കുന്നോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് അറിയുവാൻ പറ്റുകയുള്ളൂ. പുറമേ നിന്നും നമ്മൾ ഈ LH സർജ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ആ സർജ് വരുമെന്ന്. അപ്പോൾ പിന്നെ ഈ ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് സർജ് വന്നോ ഇല്ലയോ നോക്കേണ്ട ഒരു ആവശ്യം എന്താ? നമ്മൾ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഈ സർജ് വരുന്നുണ്ടോ ഇല്ലയോ, ആ കറക്റ്റ് സമയം ആയോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി അഥവാ ആരെങ്കിലും ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്നിട്ടും ഈ ഓവുലേഷൻ കിറ്റെല്ലാം ഉപയോഗിച്ച് നോക്കി ഓവുലേഷനൊക്കെ നേരെ നടക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ വെറുതെ പോകും. കാരണം നമ്മൾ എന്തായാലും പുറമേ നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. കേട്ടല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദയവായി ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.